ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ദൈവം നമ്മെ കാത്തല്ലോ. നമ്മളായിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിന്റെ അത്യന്തമായ കൃപ അനുഭവിപ്പാൻ നമ്മളെ ദൈവം ശക്തരാക്കി. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മള് 2 കൊരിന്ത്യർ 4-ാം അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അവിടെ നമ്മൾ 7 മുതലുള്ള വാക്യങ്ങളായിരുന്നു നോക്കിയത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഞങ്ങൾക്കത് മൺപാത്രങ്ങളിലാണല്ലോ ആകുന്നു ദൈവം നിക്ഷേപിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ അവിടെ പറഞ്ഞത് ഏത് അത്യന്ത ശക്തിയാ? സുവിശേഷത്തിന്റെ ശക്തി മൺപാത്രങ്ങളായി ഞങ്ങൾ കർത്താവ് നിക്ഷേപിച്ചത് കൊണ്ട് ഞങ്ങൾ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഇംഗ്ലീഷിൽ പറയുന്ന വി ആർ ഹാർഡ് പ്രസ്ഡ് ഇൻ എവറി സൈഡ് എന്നാ പറയുന്നത്. അപ്പൊ ഏത് തരത്തിലൂടെ നാനാവശത്തിലും പ്രശ്നങ്ങളും കഷ്ടതകളുടെയും കടന്നു പോയെങ്കിലും ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ പരാജയപ്പെട്ടെന്ന് തോന്നുമായിരുന്നെങ്കിലും ഒരു വശത്ത് ഞങ്ങൾ പരാജയപ്പെട്ടെന്ന് തോന്നുമെങ്കിലും, മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും, പക്ഷേ മറ്റേ സൈഡിലൂടെ നോക്കുമ്പോൾ വലിയൊരു വിജയത്തിലേക്കാണ് ദൈവം ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേലുണ്ടെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നവർ എങ്കിലും ഞങ്ങൾ ഒരിക്കലും വീണ് കിടക്കുന്നില്ല എന്നാണ് അവരെ പറയുന്നു. ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അതിന്റെ കാരണം കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ അവർ തിരഞ്ഞെടുത്തതാണ്, അല്ലെ? അപ്പൊ എന്തിനു വേണ്ടി അവർ കഷ്ടം കർത്താവിന് വേണ്ടി അനുഭവിപ്പാൻ തിരഞ്ഞെടുത്തതെന്ന് അവിടെ പറയുന്നത് എന്തിനാ? കർത്താവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടത് ഞങ്ങൾ കർത്താവിന് വേണ്ടി മരണം ഏറ്റെടുക്കുന്നതാണ് പറഞ്ഞത്. ഓരോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഓരോ സുവിശേഷകന്റെ ജീവിതം എന്ന് പറയുന്നത് തന്റെ കുരിശും ഏറ്റുകൊണ്ടൊരു ജീവിതമാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇഷ്ടിക്കുന്നു എങ്കിൽ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവിന്റെ ക്രൂശ് എടുക്കാനല്ല പറഞ്ഞ് നമ്മളുടെ ഓരോരുത്തരുടെയും മരണം ഏറ്റുകൊണ്ട് പോവുകയാണ്. അപ്പം കേവലം ഒരു വിശ്വാസിയാണെങ്കിൽ മരണം ഏറ്റുകൊണ്ട് പോവുകയില്ല. പക്ഷേ ശിഷ്യൻ, നമ്മളെ ദൈവം അങ്ങനെ കേവലം ഒരു വിശ്വാസി ആയിരിക്കാനല്ല വിളിച്ചത്, ഒരു ശിഷ്യത്വത്തിന്റെ അവകാശത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. ശിഷ്യന്മാരാണ് നമ്മളെ വിളിച്ചത്. എന്തിനാ ശിഷ്യന്മാരെ തെരഞ്ഞത്? തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും അയക്കുന്ന ഒരു 12 പേരെ തെരഞ്ഞെടുത്തും ദൈവം പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന ദൈവത്തോട് കൂടെ ഇരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എനിക്ക് ദൈവത്തെ വേണമെന്നല്ല അവസ്ഥയിൽ, അതൊരു കേവലം വിശ്വാസി എന്ന നിലയില. ദൈവം അങ്ങനെയല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും ദൈവത്തോട് കൂടെ പറ്റിയിരിക്കുന്ന അവസ്ഥ. യോഹന്നാൻ 15-ാം അധ്യായം പറയുന്നത് പോലെ അവനിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിപ്പിൻ, അല്ലെ? അവനിൽ വസിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലാകുമ്പോഴാണ് ഏത് 4 സൈഡിലൂടെയും പ്രശ്നങ്ങൾ വന്നാലും പരാജയപ്പെടാതെ, നിരാശപ്പെടാതെ, ഉപേക്ഷിക്കപ്പെടാതെ, ഉപദ്രവിക്കുന്നവരെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെങ്കിലും ചതഞ്ഞു പോകാതെ, കർത്താവ് കുടഞ്ഞു പോകാതെ കർത്താവ് കാത്തു പരിപാലിക്കാൻ കൂടെയുണ്ട്. കാരണം പിന്നെ നമ്മൾ എത്താൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു വിജയഘോഷത്തിലേക്കാണ് പറയുന്നത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുള്ളതിനാൽ ഞങ്ങളെ ആ നിത്യ തേജസ്സിന് വേണ്ടി ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ടാണ് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് യേശുവിന്റെ മരണം ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. എന്തിനു വേണ്ടി? ഞങ്ങൾ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് വേണ്ടി. അവിടെ അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അപ്പൊ എങ്ങനെയാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നത്? ഏൽക്കുകയല്ല ചെയ്യുന്നത്, ഏൽപ്പിക്കപ്പെടുകയാണ്. അവർ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അനേകം ദുഃഖങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം. അത് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് തങ്ങൾ അനുഭവിച്ച നിത്യജീവന്റെ അവകാശം മറ്റുള്ളവരിലേക്കും പകരുവാൻ വേണ്ടിയിട്ടാണ്. അനേകരെ ആ നിത്യ മരണത്തിൽ നിന്നും നിത്യ തേജസ്സെങ്കിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൊരിന്ത്യരോട് പറയുന്നു, കൊരിന്ത്യരെ, അതുകൊണ്ട് ഞങ്ങൾ മരണമാണ് വ്യാപരിക്കുന്നത്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ ക്രൂശും എടുത്തുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്, അല്ലെ? സുവിശേഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ജീവൻ വ്യാപരിക്കാനായിട്ട് ഇടയായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അവസാനത്തെ വാക്യം നമ്മൾ 12-ാമത്തെ വാക്യം കണ്ടത്. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കും പറയുന്നു.
പാപ്പന്മാർ. അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ സുവിശേഷത്തിന് വേണ്ടി പോരാടുന്നത് കൊണ്ട്, കഷ്ടം അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഞങ്ങൾ മരണവും നിങ്ങൾ ജീവനും വ്യാപരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് 13-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 13-ാമത്തെ വാക്യം. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇന്റർനെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണേ. കേൾക്കുന്നില്ലെങ്കിലോ സ്റ്റക്ക് ആവുകയാണെങ്കിലോ. ഓക്കെ, അപ്പം നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം വിശ്വാസത്തിന്റെ ആ ഞങ്ങൾ വിശ്വാസം ഉള്ളതിനാൽ ഞങ്ങൾ സഹിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഒരു സങ്കീർത്തനം 116-ന്റെ 10 നിന്നാണ് ഈ ഉദ്ധരണി എടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ഞാൻ വായിക്കാൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ സങ്കീർത്തനക്കാരനെ പോലെ ഞാൻ പറയുകയാണ്, ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സുവിശേഷത്തിന്റെ ഇത്ര വലിയ നിക്ഷേപം അല്ലെ അതിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഞങ്ങൾ ഏത് വിധത്തിലും കഷ്ടപ്പെടുന്നുവെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ആ സങ്കീർത്തനക്കാരനും അങ്ങനെയല്ലേ? നമ്മൾ സങ്കീർത്തനങ്ങളിലൊക്കെ കാണുന്നത്, അവര് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്നുണ്ടല്ലേ? കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യം സങ്കീർത്തനങ്ങളൊക്കെ തുടങ്ങും, കർത്താവേ ശത്രുക്കൾ ഞങ്ങളെ ചുറ്റി വളഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഭീതിയിലായി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ സങ്കീർത്തനം അവസാനിക്കുന്നതിന് മുമ്പ് അവര് തന്നെ പറയുന്നുണ്ട്, കർത്താവേ നീ ഞങ്ങൾക്ക് തുണയായുണ്ട്, നീ ഞങ്ങളുടെ സങ്കേതവും കോട്ടയാവുന്നോട് ഞങ്ങൾ പതറിപ്പോകില്ല, ഞങ്ങൾ വീണു പോകുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലേ? അതുപോലെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അത് എല്ലാം തന്നെയാണ് തന്നെ വീണ്ടും വീണ്ടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കാരണമാക്കി തീർത്തത്. അപ്പൊ ആ ഒരു വിശ്വാസം ഓരോ പ്രാവശ്യവും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ അത്യന്തമായ ഒരു ശക്തി അനുഭവിച്ചറിയാനും അതുപോലെ വലിയ വിടുതൽ അനുഭവിപ്പാനും കാരണമായതുകൊണ്ട് കൂടുതലായി ദൈവത്തിൽ വിശ്വസിപ്പാനും ദൈവത്തിൽ ആശ്രയിപ്പാനും കാരണമായി തീർന്നു. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശ്വാസത്തിന്റെ അതേ ആത്മാവെന്ന് പറയുന്നു. ഏത് വിശ്വാസത്തിന്റെ അതേ ആത്മാവ്? ഇവിടെ സങ്കീർത്തനത്തില് 116-ന്റെ ഒരു ഉദ്ധരണിയായിരുന്നല്ലോ പറഞ്ഞ്. അപ്പൊ ആ സങ്കീർത്തനക്കാരൻ തങ്ങളുടെ കൊടിയ കഷ്ടതകൾ അല്ലെങ്കിൽ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആശ്വാസം പ്രാപിക്കുകയും ചെയ്തു, അല്ലെ? ആ സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ വിശ്വസിച്ചു, ആശ്വാസം പ്രാപിച്ചു. ആ ഒരേ ആത്മാവ് തന്നെയാണ് ഞങ്ങളിലും വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുപോലെ ഞങ്ങൾ അതുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം വിശ്വസിക്കുന്നു, സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു വിശ്വാസമാണ് നമ്മെ ക്രിസ്തുവിന് സാക്ഷിയാക്കാൻ ഇടയാക്കി തീർക്കുന്നത്, അല്ലെ? വിശ്വസിക്കുന്നവർ ശരിക്കും ദൈവത്തെങ്കിലേക്ക് വന്ന് ദൈവത്തെ സത്യമായും വിശ്വസിക്കുന്നവരാണ്. അവർക്ക് വായടച്ചു വെക്കാനായിട്ട് കഴിയുകയില്ല, അല്ലെ? എന്ത് വന്നാലും അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും, ദൈവത്തിന് സാക്ഷി ആയിക്കൊണ്ടേയിരിക്കും. കേവല വിശ്വാസിയാകാനല്ല ദൈവം നമ്മെക്കുറിച്ച്. കേവലം വിശ്വാസികൾ സംസാരിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. ഞാനിവിടെ എന്താ പറയുക, എന്തെങ്കിലും ഭീഷണികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലെ? ക്രിസ്തുവിന്റെ വിശ്വാസികൾക്കെതിരെ ക്രിസ്തുവിനെതിരെയുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിനെതിരെയുള്ള പീഡനങ്ങൾ വരുമ്പോൾ താനൊരു വിശ്വാസിയാണെന്ന് പോലും പറയാനായിട്ട് പലരും മടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ ആ ഒരേ സങ്കീർത്തനക്കാരൻ പറഞ്ഞ അതേ ആത്മാവ് തന്നെ ഞങ്ങളിലുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് അല്ലെന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ അതേ മനോഭാവം ഞങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടെന്നും പറയാം, അതുപോലെ ഞങ്ങളിൽ അതേ ആത്മാവ് ഉണ്ടായിരുന്നു കൊണ്ടും ഞാൻ സങ്കീർത്തനക്കാരൻ സംസാരിച്ച അതേ മനോഭാവത്തോടുമാണ് ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അതേ ആത്മാവ് ഞങ്ങളിലും ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്ന. അപ്പൊ ആ സങ്കീർത്തനക്കാരൻ തങ്ങളുടെ ആ കൊടിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ഉത്തരം ലഭിച്ചതുപോലെ തന്നെ ഞങ്ങൾക്കും വിശ്വാസമുണ്ട്, ഞങ്ങൾ വിളിക്കുമ്പോൾ
ദൈവവും ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്ന, ഞങ്ങൾക്ക് ഇത്രത്തോളം കഷ്ടപ്പാട് ഉണ്ടെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഞെരുങ്ങി പോകുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, ഞാൻ വിശ്വസിച്ചു, ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞതുപോലെ, അതേ വിശ്വാസത്തിന്റെ ആത്മാവ്, അതേ മനോഭാവം ഞങ്ങളിലും ഉണ്ടായതുകൊണ്ട് ഞങ്ങളും പറയും, എത്രത്തോളം കഷ്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ ശക്തനെന്ന് ഞങ്ങൾ ഉറച്ചു വരിക്കുന്നു. ഓക്കെ, സങ്കീർത്തനക്കാരിൽ ഇടപെട്ട അതേ ആത്മാവ് ഞങ്ങളെ ഞങ്ങളുടെ കഷ്ടത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തൻ എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഓക്കെ, 14 നമുക്ക് പോകാം. 4:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കൊരു സംശയവുമില്ല, ഞങ്ങള് അതുകൊണ്ട് സംസാരിക്കുന്നു. എന്ത് ഞങ്ങൾ അറിയുന്നു? കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ നിർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അറിയുന്നു. അത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും പറയുകയാണ്, ഞങ്ങൾ അറിയുന്നു, ദൃഢനിശ്ചയമാണ്, ഞങ്ങൾക്കത് അറിയാം. വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോപ്പിംഗ് ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ നമുക്ക് വരുന്നത്. ഇവിടെ പറയാ, ഐ നോ ഇറ്റ്, ഞാൻ അറിയുന്നു, അല്ലേ? നമ്മൾ ബൈബിളിൽ ഒത്തിരി വചനങ്ങൾ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നു എന്നുള്ളത്, അല്ലെ? എന്റെ അനുഭവമാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ മുമ്പിൽ ഇത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയുക, ഞാൻ അറിയുന്നു. എന്താ അറിയുന്നത്? ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തറിയുന്നത് കൊണ്ടാ? യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കൊരു പുനരുത്ഥാനമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ അങ്ങനെ മരണവും നിങ്ങൾ ജീവനും വ്യാപരിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഞങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുക, ഞങ്ങളുടെ മരണവും ഏറ്റുകൊണ്ട് നടക്കുക. കാരണം ഞങ്ങൾക്ക് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. ഇപ്പോൾ പറയുകയാണത് ഞങ്ങൾ അറിയുന്നു. അതിന് നമുക്കിവിടെ കാണാൻ കഴിയാവുന്നത്, എന്നിട്ട് ഞാൻ വായിക്കാം, ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ചു നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആരോടുകൂടെ? കൊരിന്ത്യരോടുകൂടെ. ഈ പ്രശ്നങ്ങളെല്ലാം, ഈ പ്രോബ്ലം എല്ലാം ഉള്ള കൊരിന്ത്യരോടുകൂടെ നിർത്തുമെന്ന് പറയുന്നു. അപ്പം കൊരിന്ത്യരെ കുറിച്ചും പൗലോസ് അപ്പോസ്തലന് നല്ലൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് ആ കൊരിന്ത്യരെ കുറിച്ച് പ്രതീക്ഷ ഇല്ലാത്തല്ലേ? നമ്മൾ പറയും, അവരെല്ലാം വഷളായവരാ, അവർക്ക് ഒരു വിശ്വാസവുമില്ല, അവർക്ക് പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അവരെവിടൊക്കെ പോയിട്ടുണ്ട്, വേണ്ടാത്ത കുറ്റങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അവരെ കുറിച്ച് യാതൊരു ഹോപ്പും ഇല്ല. പിന്നെ പറയും, നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയ ഹോപ്പുണ്ട്, പക്ഷെ കൊരിന്ത്യരെ കുറിച്ച് ഇല്ലെന്നേ പറയത്തുള്ളൂ. പക്ഷെ എല്ലാം അറിയുന്ന പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും, ഞാനും നിങ്ങളും ഒരുമിച്ച് തിരുസന്നിധിയിൽ നിർത്താനായിട്ട് ഇടയായിത്തീരും. എന്തുകൊണ്ടാണ് കൊരിന്ത്യരെ കുറിച്ച് പൗലോസിന് അത്ര വലിയ പ്രതീക്ഷയൊക്കെ ഉള്ളത്? നമ്മള് അപ്പോസ്തല പ്രവൃത്തികള് ആദ്യ കൊരിന്ത്യ ലേഖനമൊക്കെ പഠിച്ചു പലപ്പോഴും വായിച്ചു, ഒത്തിരി നാളായി വായിച്ചിട്ടില്ലാത്തൊരു വാക്ക് ഞാനൊന്ന് വായിച്ചു പോകാം. കൊരിന്തില് ദൈവം നല്ലൊരു ജനതയെ കണ്ട്, അല്ലെ? ദൈവത്തിന്റെ അരുളപ്പാടും ദർശനം പൗലോസ് അപ്പോസ്തലൻ ലഭിച്ചത് കൊണ്ടാണ്, തന്റെ സ്വന്തം അറിവിൽ നിന്നല്ല പറയുന്നത്, ദൈവം തന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ജനതയുണ്ട്. അതുകൊണ്ട് 1.5 വർഷക്കാലം കൊരിന്തിൽ താമസിപ്പാൻ പൗലോസിന് ഇടയായി തീർന്നു. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ദർശനം ലഭിച്ച പൗലോസ് പറയാം. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ന്റെ 9, 10, 11 വാക്യങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചവര് എന്തൊക്കെ പ്രയാസം വന്നാലും പറയും, ഞങ്ങള്
അവനോടുകൂടെ നിൽക്കും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. വിജനപ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഘോഷത്തോടും ഉല്ലാസത്തോടെ ഉല്ലസിക്കും. ലബാനോന്റെയും കർമ്മേലിന്റെയും മഹത്വവും അവന് കൊടുക്കപ്പെടും. ഞങ്ങൾ യഹോവയുടെ തേജസ്സും നമ്മുടെ ദൈവത്തിന്റെ യഹോവയുടെ തേജസ്സും കാണുമെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താ, മരുഭൂമിയായി ഇപ്പോഴേ, പക്ഷേ കർമ്മേലിനെ പോലെ ആയിത്തീരുന്നൊരു ദിവസമുണ്ട്. അതിനുവേണ്ടിയാ നാം എല്ലാവരും കാത്തിരിക്കുന്നത്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 9, 10, 11. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. വേറെ ആരുടെ ഒരു സർട്ടിഫിക്കറ്റും പ്രശംസാപത്രവും സാക്ഷ്യപത്രവും ഒന്നും പൗലോസിന് വേണ്ട. ദൈവത്തിന്റെ സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട്. കൊരിന്ത്യരെ കുറിച്ചുള്ള എനിക്ക് വേണ്ടി അവിടെ ഒരു ജനമുണ്ട് എന്ന് പറയുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തനിക്ക് കൊരിന്ത്യരെ കുറിച്ചൊരു നല്ല പ്രത്യാശ ഇപ്പോഴും ഉണ്ട്. കൊരിന്ത്യർ നല്ല ആൾക്കാരായിരുന്നു, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു. പൗലോസ് അപ്പോസ്തലനും അപ്പല്ലോസും അവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ലോണം ദൈവത്തിന് വേണ്ടി നിന്നവർ അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിപ്പാൻ ദൈവം ഉപയോഗിച്ച ജനമാണ്. പക്ഷെ പിന്നെ അവരുടെ ഇടയിലുള്ള ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വന്നത് കൊണ്ടാണ് കൊരിന്ത്യരെ ജനം അങ്ങനെ തെറ്റിപ്പോകാനിടയായത്. അതും ഒരു ചെറിയൊരു ന്യൂനപക്ഷം മാത്രം തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അവരെ ദൈവത്തിന്റെ ദർശനം ലഭിച്ച പൗലോസ് പറയുകയാണ്, ദൈവം പറഞ്ഞു, എനിക്ക് ഒരു നല്ല ജനമുണ്ടായിരുന്നു, എനിക്ക് വളരെ ജനമുണ്ടായെന്ന് അരുളി ചെയ്ത ആ ദർശനത്താലാണ് പൗലോസ് കൊരിന്ത്യർ ആ വഴിതെറ്റിലേക്ക് പോയപ്പോൾ വീണ്ടും അവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കാൻ വേണ്ടി തന്നാലാവോളം താൻ ഒരുങ്ങിയിരുന്നു. അല്ലെ, നമ്മള് റോമാലേഖനം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, റോമരെ കുറിച്ച് അവരോട് പറയുന്നുണ്ട്, ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനനായ കടക്കാരനായിരിക്കുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ എന്നാലാവോളം പൗലോസിന് എന്തൊക്കെ അതിനു വേണ്ടി ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം താൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് അവിടെ പറയുന്നു. ഓക്കെ, നമുക്ക് അവിടെ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ. ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ. കുറച്ചു വാക്യം പറയാൻ, ആരാണ് ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ? പിതാവായ ദൈവം. അത് എന്തിനു വേണ്ടിയാണ് ഉയർപ്പിച്ചത്? നമ്മെയും അവനോടുകൂടെ ഉയർപ്പിച്ച് കർത്താവിനോട് കൂടി അനുരൂപമായി നമ്മളും ഇരിക്കേണ്ടതിനു വേണ്ടി. കാരണം നമ്മൾ എവിടെയായിരുന്നു? പാപത്തിലായിരുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലായിരുന്നു. ഏക മനുഷ്യന്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായി തീർന്നപ്പോൾ ഏകന്റെ മരണത്താൽ എല്ലാവർക്കും നിത്യജീവൻ പ്രാപിക്കാൻ ഇടയായി തീർന്നു. ആ ഏകന്റെ ഉയർപ്പ് സംഭവിച്ചത് ദൈവം ഉയർപ്പിച്ചു. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തികൾ 2:24. അപ്പോസ്തല പ്രവൃത്തി 2:24 കുറച്ചു വാക്യം വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. കർത്താവിനെ മരണം പിടിച്ചു വെച്ചായിരുന്നെങ്കിൽ നമുക്കിപ്പോ നിത്യജീവൻ ഇല്ലായിരുന്നു. അല്ലെ, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. റോമർ 8:11. യേശുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യല്ലേ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ അതല്ലേ. അതുകൊണ്ടല്ലേ ദൈവം തന്റെ ആത്മാവിനെ അച്ചാരമായി തന്റെ വാഗ്ദത്തത്തിന്റെ അച്ചാരമായി നമ്മൾ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. അച്ചാരം എന്ന് പറയുന്ന ആദ്യ ഗഡു നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള എന്തോ വാഗ്ദത്തമായിരുന്നു. വാഗ്ദത്തത്തിന്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാഗ്ദത്തം കർത്താവിനെ പോലെ, അല്ലെ, നാം ദൈവത്തോട് കൂടെ പുത്രനാനുഭവമായി കാണുമെന്ന വാഗ്ദത്തം. അതുകൊണ്ടാണ് യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്തു ഉയർത്തതുപോലെ ദൈവം നമ്മളെയും ഉയർപ്പിക്കും. 1 കൊരിന്ത്യർ 6:14 വായിച്ചു വിടാം. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നമുക്കൊരിക്കലും വിഷമിപ്പാൻ കാരണമില്ല. വചനം തുറന്ന് എവിടെ നോക്കിയാലും പുതിയ നിയമത്തിൽ ഇത് തന്നെ പറയുന്നുള്ളൂ, ക്രിസ്തുവിനോടുകൂടെ നമ്മെയും ഉയർപ്പിക്കും. ഇപ്പോൾ നമ്മൾ താണു കിടക്കുകയായിരിക്കും, വീണ് കിടക്കുകയായിരിക്കും, എങ്കിൽ നമുക്ക് നല്ലൊരു ഉയർപ്പുണ്ട്.
1 തെസ്സലോനിക്കർ 4:14. യേശു മരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. 1 തെസ്സലോനിക്കർ 4:14. 2 വാക്യങ്ങളൂടെ വായിക്കാം. കൊലോസ്യർ 1:22. അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. അതുപോലെ തന്നെ എഫേസ്യർ 5:27. എഫേസ്യർ 5:27. കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം താൻ ഒരു ജനതയെ കണ്ടു. കർത്താവ് ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ വീണ്ടും മുൻനിയമിച്ചു. എഫേസ്യർ ലേഖനം 1-ാം പറയുന്നു, സ്വർഗത്തിൽ സകല ആത്മീയാനുഗ്രഹത്താലും ദൈവം നമ്മെ നിറച്ചിരിക്കുക. എന്താണ് ആത്മീയാനുഗ്രഹം എന്ന് താഴോട്ട് പറയുന്നുണ്ട്. ദൈവം നമ്മെ നിയമിച്ചു, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു, ദൈവം നമ്മെ നമ്മുടെ പാപങ്ങളുടെ മോചനം തന്നു. അതിക്രമങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മെ മോചിപ്പിച്ചു, തന്റെ മക്കളാക്കി തീർത്തു. അത് കഴിഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ തന്നു. ഇനി നമ്മെ വിശുദ്ധയും നിഷ്കളങ്കയും ആകുവാൻ വേണ്ടി ആത്മാവിനെ നമ്മോടുകൂടെ തന്നുകൊണ്ടേ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ഒരു ദിവസമുണ്ട് സകലവും കാലസമ്പൂർണതയുടെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ? എഫേസ്യർ 1:10 പറയുന്നു, സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേരുമെന്ന കാലസമ്പൂർണത. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരുമെന്നൊരു കാലസമ്പൂർണ്ണ വ്യവസ്ഥയ്ക്കായി ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ വാഗ്ദത്തമാണ് നമുക്കുള്ളത്. വേറെ എന്ത് വാഗ്ദത്തമാണ് നമുക്ക് വേണ്ടതല്ലേ? ഈ ലോകത്തിൽ എന്ത് നേടിയാലും അത് കല്ലറ കൊണ്ട് അവസാനിക്കുന്നതേ ഉള്ളൂ. നമുക്കൊന്നും കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. എല്ലാം ഇവിടെ വെച്ചേച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, നമ്മുടെ ജീവനെ, നിത്യജീവനെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. അതിനുവേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടേ ദൈവം ഇരിക്കുന്നു. അപ്പം എഫേസ്യർ 5:27 പറഞ്ഞ കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ വിശുദ്ധരായിരിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നുണ്ട്. വായിക്കാം, ലൂക്കോസ് 21:36. ലൂക്കോസ് 21:36. നമ്മൾ അധികം വായിക്കാത്ത വാക്യമാ, വായിച്ചു വിടാം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പേൻ. വഴിതെറ്റിപ്പോകാവുന്ന അവസ്ഥകളുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം നമ്മെ അതിലേക്ക് വീണ്ടും മാടി വിളിക്കാവുന്ന അവസരമുണ്ട്. ഏതു സ്ഥലത്തും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ 4 സൈഡും കൂടെ ഹാർഡ് പ്രസ്ഡാ, ഞങ്ങളും വീഴാതിരിക്കുന്നു. ദൈവത്തിന് കൃപ ഒന്ന് മാത്രമാ. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ഏത് സമയത്ത് ദൈവസന്നിധിയിൽ അടുത്ത് വരാൻ നമുക്ക് അവകാശം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എബ്രായലേഖനം തക്ക സമയത്ത് കരുണ ലഭിപ്പാനും സഹായത്തുള്ള കൃപ ലഭിപ്പാനുമായി ഏത് സമയത്തും ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്ത് വരും. പണ്ട് ഭയത്തോടെ പോയിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? ആ ഭയപ്പാടൊക്കെ മാറ്റി ഇപ്പം ധൈര്യത്തോടെ ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്ത് വരുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ട്. എന്തുകൊണ്ട്? അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്തിന്റെ അവകാശം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ഏത് സമയത്തും കർത്താവിങ്കിലേക്ക് പോകാം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാ? കർത്താവേ, നീ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ കർത്താവിന്റെ പ്രത്യക്ഷത്തെ ഞാനും വെളിപ്പെടണം. അതിനു വേണ്ടി എന്നെ സജ്ജയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യൂദായുടെ ലേഖനം പറയുന്നുണ്ട്, വീഴാതെ വണ്ണം നമ്മെ സുരക്ഷിതമാക്കി മാസത്തിൽ കളങ്കമില്ലാത്തവരായി അന്നത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. കാരണം നാം വീണു പോകാം, പക്ഷെ വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തിയുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും നിങ്ങളോടുകൂടെ ഉയർപ്പിച്ച് അവന്റെ സന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. നല്ലവണ്ണം അറിയാം. നിങ്ങളും ദൈവസന്നിധിയിൽ നിൽക്കും, ഞങ്ങളും ദൈവസന്നിധിയിൽ നിൽക്കുമെന്ന് പൗലോസിന് പൂർണ്ണമായും ഉറപ്പുണ്ട്. നമുക്കും അങ്ങനെ ഒരു ഉറപ്പ് വേണം. നമ്മളും അറിയുന്നു എന്ന് നമുക്ക് പറയണം. വിശ്വസിക്കുന്നല്ല. നാളെ എവിടോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല, ഞാനിങ്ങനെ
എന്താ പറയുന്നത്, മതിലിന്റെ പുറത്തിരിക്കാൻ നമ്മൾ ആരും പറയാൻ ഇടവരരുത്. നമ്മളെല്ലാവരും ആ വാഗ്ദത്ത നാട്ടിനെ ലക്ഷ്യമാക്കി പോകുന്നവരാണ്. നമുക്ക് നല്ല ഉറപ്പ് വേണം. നമ്മൾ ഈ ലോകം കണ്ട് അവസാനിച്ചാൽ നമ്മൾ എവിടെ ആയിരിക്കും അല്ലെ? നമ്മൾ ഓരോ ദിവസവും വചനം പഠിക്കുമ്പോൾ ദൈവം നമ്മളെ അതിന് സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ കൃപകൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നന്ദിയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പറയാൻ ഒന്നുമില്ല. നമ്മളെ ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പഴയ അവസ്ഥ എന്തുവായിരുന്നു? ഇരുട്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അല്ലെ? അതൊക്കെ മാറ്റിയിട്ട് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നടത്തി തന്നു. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും വലിയ ഉള്ളിൽ ഒരു ദൈവിക സമാധാനമുണ്ട്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നമുക്ക് തരുവാനായിട്ട് കഴിയില്ല. അത് ദൈവത്തിന് മാത്രം തരുവാൻ കഴിയുന്ന. അത് എത്ര കാശ് കൊടുത്താലും വാങ്ങിക്കാൻ കിട്ടത്തില്ല. കോടീശ്വരന്മാരാണെന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും വാങ്ങിക്കാൻ കിട്ടാത്ത ഒരു സാധനമാണ് സമാധാനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമുള്ള അവകാശമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് തരുവ് നമുക്കും തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓക്കെ, 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 4:15. നമ്മളിതെല്ലാം പലപ്പോഴും ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ് ആയല്ലേ നമുക്ക് എല്ലാവർക്കും. അല്ല, വലിയൊരു വില ദൈവം കൊടുത്തതാ. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ അനുഭവം നമ്മൾ ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഓക്കെ, 4:15. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടത് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള വാക്യം തന്നെയാണ് ഇത്. പല രീതിയിലാണ്, പല കോണ്ടെക്സ്റ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. POC ബൈബിൾ ഞാനൊന്ന് വായിക്കാം. അങ്ങനെ കൂടുതൽ ആളുകളെ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവ മഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. 1:6 നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചത്. അപ്പം അവിടെ 4-ാം വാക്യത്തിൽ പറഞ്ഞു താൻ സുവിശേഷത്തിനു വേണ്ടി, 14-ാം വാക്യത്തിൽ പറഞ്ഞു താൻ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് തനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. എന്തുകൊണ്ട്? ആ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലുള്ള പ്രതീക്ഷ, ആ ഒരു പ്രത്യാശ എനിക്കുണ്ട്. എത്ര കഷ്ടം സഹിച്ചാലും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, കാരണം വലിയൊരു പ്രത്യാശ എനിക്കുണ്ട്. ഞാനും ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ എന്നെയും ഉയർപ്പിക്കുക, അല്ലെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇവിടെ പറയുന്ന താൻ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് 2 തരം പ്രയോജനങ്ങളാണ് ഉള്ളതെന്നാ പറയുന്നത്. ഒന്ന്, കൊരിന്ത്യർക്ക് അനുഗ്രഹം ഉണ്ടായി. ആ കൃപ പലരിലും പെരുകി എന്ന് പറയുമ്പോൾ അപ്പൊ പലരിലും കൃപ പെരുകുവാനായിട്ട് കാരണമായി തീർന്നു. പലരും ദൈവത്തെ അറിയുവാനായിട്ട് കാരണമായി തീർന്നു. പലരും ദൈവവചനം എത്തുവാനായിട്ട് കാരണമായി തീർന്നു. പൗലോസ് പറയുന്നത് പോലെ ഇല്യൂര്യ ദേശം വരെ ഞാൻ സുവിശേഷവുമായി പോയി എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏഷ്യ മൈനറിലെ എല്ലാ സ്ഥലങ്ങളിലും തനിക്ക് എത്തപ്പെടുവാൻ കഴിയാമായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും താൻ പോയി സുവിശേഷം അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ആ സ്ഥലങ്ങളിലുള്ളവർക്കെല്ലാം, വിശ്വസിച്ചവർക്കെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. 2 വാക്യം വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 1:6 നമ്മൾ പഠിച്ച വാക്യമാണ് രണ്ടും. 2 കൊരിന്ത്യർ 1:6 ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസനായി ഭവിക്കുന്നു. അപ്പൊ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ വരാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരണവും അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ വരാൻ കാരണമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം വരാൻ കാരണമായി തീർന്നു എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഈ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കഷ്ടങ്ങൾ എല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു. അനേകർ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് മൂലം, അനേകർ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചത് മൂലം അവരെല്ലാം ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് സകലവും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു എന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 1:11 വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 1:11. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചിലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആർക്ക് സ്തോത്രം ഉണ്ടാകുവാനിടയായി തീർന്നു? ദൈവത്തിന് സ്തോത്രം വരുവാൻ ഇടയായി തീർന്നു. നമ്മൾ പറയുന്ന പോലെ തിന്നാലും കുടിച്ചാലും സകലവും ദൈവനാമം മഹത്വത്തിനായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ കഷ്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോയത് തനിക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. താൻ ദൈവസന്നിധിയിൽ വീണ്ടും നിൽക്കും. തന്റെ പുനരുത്ഥാനത്തിന് തനിക്ക് ദൈവം ഒരു പുനരുത്ഥാനം വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രത്യാശയിലൂടെയാണ് കടന്നുപോയത്. എങ്കിലും
ഇത് രണ്ടു വിധത്തില് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു. ഒന്ന്, അനേകർ ദൈവത്തെ അറിയുക, തന്റെ കഷ്ടങ്ങളെല്ലാം തനിക്കും ഒരു പ്രത്യാശയുണ്ട്, അതുപോലെ തന്നെ തന്റെ കഷ്ടങ്ങളുടെ അനേകർക്കും അനുഗ്രഹം വരുവാനായിട്ട് ഇടയായി തീർന്നു. അനേകർ ദൈവത്തെ അറിഞ്ഞതുമൂലം ആ അനേകരിലൂടെ ദൈവത്തിന് സ്തോത്രം വരുവാൻ ഇടയായി തീർന്നു. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു വാക്യോടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അനേക പ്രാവശ്യം നമ്മൾ പറഞ്ഞ വാക്യങ്ങളാണ്, പല രീതിയിൽ നമ്മൾ പറഞ്ഞു, പല കോണ്ടക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 10:31, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരണം. ഓക്കെ, 16-ാമത്തെ വാക്യം. 16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, 4:1 പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാം എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കരുണയാലും കൃപയാലുമാണ് ഞങ്ങൾ അധൈര്യപ്പെടാതെ പോകുന്നത്. അപ്പം എന്ന് പറയുന്നത്, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ദൈവത്തിന്റെ കരുണ ലഭിച്ചതിനാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. തുടർന്ന് ഞാൻ പറഞ്ഞതല്ല, അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും തൻ ശക്തിയോട് മുന്നോട്ട് പോയി. കാരണം ഒരു പുനരുത്ഥാനം തനിക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിനും മഹത്വത്തിനും അനേകരുടെ അനുഗ്രഹത്തിനും കാരണമായി തീരുവാനിടയായി തീർന്നു പറയുകയാണ്. എന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഈ 2 കാരണങ്ങളാലും, ഒന്ന്, അനേകർക്ക് അനുഗ്രഹം ഉണ്ടാകാൻ കാരണമായി, 2, ദൈവത്തിന്റെ നാമ മഹത്വത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. പുറമേയുള്ള മനുഷ്യൻ, ഔട്ട്വേർഡ് മാന്, നമ്മുടെ ഫിസിക്കൽ ബോഡി, നമ്മുടെ ആ ജഡ ശരീരം അല്ലെ, നമ്മളായിരിക്കുന്ന ഒരു ശരീരം. അപ്പം 4:7 പറഞ്ഞല്ലോ, ബലഹീനമായ മൺപാത്രങ്ങളാണെന്നാ പറഞ്ഞത് അല്ലെ. മനുഷ്യൻ ബലഹീനമായ മൺപാത്രങ്ങളാണ്. ആ ഒരു മൺപാത്രം എന്ന് പറയുന്നത് ഏത് സമയത്ത് ഉടഞ്ഞു പോകാവുന്നതാണ്. അപ്പം ഇവിടെ പറയുന്നു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, ഒരു ഡൈയിങ് പ്രോസസ്സിലാണ്. ചില ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഡൈയിങ് പ്രോസസ്സിലാണ് നമ്മുടെ ജഡം. എന്തുകൊണ്ടാണ് ഡൈയിങ് പ്രോസസ്സിലായി തീരുന്നത്? ആ പാപത്തിന്റെ ഫലമായിട്ടുള്ള ഒരു ശരീരമാണ് നമുക്കുള്ളതല്ലേ. അത് മണ്ണിലേക്ക് പോകേണ്ടതാണ്. മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചത് മണ്ണിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടതാണ്. എന്തുകൊണ്ടാണ്? അത് പാപസംബന്ധമായി ഉണ്ടായതാണ് ഈ ജഡമല്ലേ. നമ്മുടെ ആത്മാവ് മാത്രമേ പുതുക്കം പ്രാപിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെന്നും ക്ഷയിച്ചു പോകാൻ അനേക കാരണങ്ങളുണ്ട്. നമ്മുടെ ഏജിങ് ഉണ്ട് അല്ലെ. നമ്മളതൊന്നും നമ്മൾ സമ്മതിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലെ. ഏജ് കൊണ്ടായി പോകാം, അതുകൊണ്ട് രോഗങ്ങൾ കൊണ്ടായി പോകാം, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ടായി പോകാം, ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ, സ്ട്രെസ്, അങ്ങനെയെല്ലാം നമ്മുടെ ഡൈയിങ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ, നമുക്കൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ പൗലോസിനെ അപേക്ഷിച്ച് നോക്കുമ്പം അതില് ഡബിൾ കഷ്ടതകൾ, ഡബിൾ അല്ല, എത്ര വേണമെങ്കിലും നമുക്ക് പറയാം, മൾട്ടിപ്ലൈ ചെയ്ത് പറയാം. കാരണം അത്രത്തോളം കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെക്കാൾ അധികമായി പൗലോസിന് ആ ഒരു അവസാന പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാനായിട്ട് ഇടയായി തീരുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ തന്റെ സുവിശേഷ ഘോഷണത്തിലെ ആ യാത്രകളും കഷ്ടതകളും എല്ലാം തന്റെ ആ പ്രോസസ്സിനെ, ആ ക്ഷയിച്ചു പോകുന്ന പ്രോസസ്സിനെ ഇച്ചിലൂടെ സ്പീഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു പൗലോസിന്റെ കഷ്ടതകൾ? കുറച്ച് നാളായാലും നമ്മളൊന്ന് വായിച്ചിട്ട് നമുക്കൊന്ന് വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 6:4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വിടുന്നതേ ഉള്ളൂ. ഇത്രത്തോളം പൗലോസ് പറയാം, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അകമേ ഉള്ള മനുഷ്യനും ക്ഷയിച്ചു പോകുന്ന അവസ്ഥയാണ്. പക്ഷെ ഈ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴും പൗലോസ് പറയാം, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ മാത്രമേ ക്ഷയിക്കുന്നുള്ളൂ, ഞങ്ങളുടെ അകമേ ഉള്ള മനുഷ്യൻ എന്നും പുതുക്കം പ്രാപിക്കുകയാണ് ചെയ്യുന്നതെന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 6:4. ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ,
ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സത്കീർത്തികളും അനുഭവിച്ചിട്ടും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഞങ്ങൾ ജീവിക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളൂടെ വായിച്ചിട്ട് നമുക്കവിടെ നിർത്താം. അവിടെ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും അധികം 23 മുതൽ, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ കുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരായുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളായുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരുടെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറപ്പ്, ഇങ്ങനെ അനേക സാധനങ്ങളിലൂടെ അല്ലെ സന്ദർഭങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി. നമ്മൾ ഇതിൽ ഒന്നിലും കൂടെ കടന്നു പോയിട്ടില്ല. എങ്കിലും നമ്മൾ പറയും, നമ്മുടെ അകമയോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മുടെ അകമയുള്ള മനുഷ്യനും കൂടെ ശോഷിച്ചു പോകുന്നു എന്ന് പറയല്ലേ പൗലോസ് അപ്പോസ്തലൻ. ഇത്രത്തോളം കഷ്ടങ്ങളിലൂടെ കടന്നു പോന്നിട്ടും പറയുകയാണ്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ എങ്ങനെയാണ് വായിച്ചേ? നാൾക്കുനാൾ ശക്തിപ്പെടുന്നു എന്നാ പറയുന്നത് അല്ലെ. നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചു. അനേകം കഷ്ടങ്ങൾ കൂടുന്നതിനനുസരിച്ച് അകമയുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കുകയാണ്, പുതുക്കം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പഴയ പുറമെയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്വേർഡ് ബോഡി, അകമയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സ്പിരിറ്റ്, നമ്മള് മനുഷ്യൻ മരിച്ചാൽ എവിടെയെന്നുള്ള നിത്യത എവിടെയെന്നുള്ള ആ ഒരു സെഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അവനെന്ന് പറയുന്നത് അല്ലെ, ആ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവിനെയാണ് ഇന്നർ മാൻ അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുക്കം പ്രാപിച്ച മനുഷ്യൻ, ക്രിസ്തുവിലെ ആ പുതിയ സൃഷ്ടി എന്ന് പറയാം. ആ ഇന്നർ മാന്, നമ്മൾ കാണാത്ത ഒരാത്മാവ് ദൈവം അവിടെ ഉയർപ്പിച്ച് നമ്മുടെ ഉള്ളിലാക്കിയിട്ടുണ്ട് അല്ലെ. ആ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ വായിക്കുമ്പോൾ പുതിയ മനുഷ്യൻ എന്നാ പറയുന്നത്. വായിക്കാം നമുക്ക്. എഫേസ്യ ലേഖനം 4:23 ഒന്ന് വായിക്കാം. ഇവിടെ പറയുന്നത് പുതിയ മനുഷ്യൻ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുള്ളൂ. ഇവിടെ പുതിയ മനുഷ്യൻ എന്നാണ് നമ്മുടെ അകത്ത മനുഷ്യനെ കുറിച്ച് പറയുന്നത്. അതുപോലെ കൊലോസ്യ ലേഖനം 3:9-10 കൂടെ ഞാൻ വായിക്കാം. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം. അപ്പൊ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ മാന്, നമ്മുടെ പുതിയ മനുഷ്യൻ. പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥനയുണ്ട് എഫേസ്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ അവരുടെ എഫെസോസിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ അകത്ത മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിന് ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്കൊന്ന് വായിക്കാം. അതുകൂടെ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എഫെസ്യർ 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തുവെന്ന് സകല വിശുദ്ധന്മാരെയും ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ കഴിയുന്നത്. ഇതൊന്നും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമല്ല. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്ത മനുഷ്യനെ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അനേക കഷ്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയി എങ്കിലും 4 സൈഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഹാർഡ് പ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിലും
ഞങ്ങൾ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങൾ തളരുന്നില്ല. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുക എന്നാണ് പറയുന്നത്. ഒരു ദിവസം പോലും അത് എന്ന് പറയുന്നത് അത് ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്ത് വരുന്ന, വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് അതെന്ന് പറയുന്നത്. അപ്പൊ നമ്മളും അതുപോലെ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീർന്ന യോഹന്നാന്റെ പുസ്തകത്തിന് വെളിപ്പാട് പുസ്തകത്തിലെ ഏഷ്യ മൈനറിലെ 7 സഭകളെ കുറിച്ചിട്ടും ദൂത് പറയുമ്പോഴേ കർത്താവ് പറയുന്നുണ്ട്. എഫെസോസിലെ സഭയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരു കുറവ് നിന്നെ പറ്റി പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നത് വലിയ സ്നേഹം അവരിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ സ്നേഹം തണുത്തു പോകാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞ ആദ്യത്തെ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന കുറവ് നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ദൈവം നമ്മെ കുറിച്ച് അങ്ങനെ പറയാൻ ഇടയായത്. നമ്മളുടെ പുറമേയുള്ള മനുഷ്യൻ ദിനംതോറും ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഓരോ ദിവസവും നമ്മുടെ അകമേയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഓരോ ദിവസവും വചനം വായിക്കുമ്പോഴും വചനം പഠിക്കുമ്പോഴും ഓരോ ബൈബിൾ സ്റ്റഡിയും ദൈവം നമ്മെ പഠിപ്പിക്കുമ്പോഴും നാം അകത്ത മനുഷ്യന്റെ വർധനയ്ക്ക് വേണ്ടി നാം പ്രയോജനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വചനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ, നാം വചനം പഠിക്കുമ്പോൾ എന്തുവാ ചെയ്യുന്നത്? നമ്മുടെ പുറത്തെ മനുഷ്യൻ ബലപ്പെടുകയല്ല ചെയ്യുന്നത്, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിട്ടയായ ബൈബിൾ പഠനം നമുക്ക് ആവശ്യമാണ്. എല്ലാത്തിനും നമ്മളുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്കൊരു ടൈം ടേബിൾ ഉള്ളതുപോലെ, ചിട്ട ഉള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് നമുക്കൊരു ടൈം ടേബിൾ അനുസരിച്ചായിരിക്കണം. നമ്മളുടെ ആത്മീയമായ കാര്യങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ ഭൗതിക കാര്യങ്ങളുടെ ടൈം ടേബിൾ നമ്മൾ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മുന്നമേ അവന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, നമ്മുടെ സ്പിരിച്വൽ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഭൗതികമായ കാര്യങ്ങളുടെ ടൈം ടേബിളും നാം ചിട്ടപ്പെടുത്താനായിട്ട്, അല്ലെ? ജോലി മുതലുള്ള കാര്യങ്ങൾ. എനിവേ, അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചായിരിക്കും. പക്ഷെ നാം എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? നമ്മളൊരു നമ്മൾ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നവരാ. ഈ ലോകത്തിന് ചിന്തകൾ നമ്മൾക്കുണ്ട് എങ്കിൽ തന്നെയും നാം ഒരു വലിയൊരു ഉയർത്തെഴുന്നേപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ഭൗതിക കാര്യങ്ങളിലേക്കാൾ അധികമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചിട്ട നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മള് വചനം വായിക്കണം, സ്ഥിരമായിട്ട് വചനം വായിക്കണം. ബൈബിൾ സ്റ്റഡിക്ക് നിങ്ങൾ എല്ലാവരും ബൈബിൾ സ്റ്റഡി വലിയ സന്തോഷമാണ്. കാരണം എല്ലാവരും സ്ഥിരമായിട്ട് വരുന്നവരാ, വലിയൊരു ആഗ്രഹത്തോടെ വരുന്നവരാ, സ്ഥിരമായിട്ട് ബൈബിൾ പഠിക്കാൻ വരുന്നവരാ. എല്ലാവർക്കും ഉണ്ട് അത്, ആഗ്രഹമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ സ്വയമായും വചനം പഠിക്കണം. നിരന്തരമായി പ്രാർത്ഥന ആവശ്യമാണ്, ചിട്ടയാ പ്രാർത്ഥന ആവശ്യമാണ്. ഈ ലോകത്ത് നമുക്കറിയാം, നമ്മുടെ ചുറ്റും നോക്കിയാൽ എത്രയോ ആൾക്കാര് നൊടിയിട കൊണ്ട് ഏതൊക്കെ കഷ്ടതകളിലൂടെ കടന്നു പോകും, നമുക്ക് പറയാൻ വയ്യാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന, ആ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന. അപ്പൊ നമുക്ക് ആ സമയത്ത് പോലും പൗലോസ് പറയുന്നത് പോലെ ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ അങ്ങനെയുള്ള രീതിയിൽ ക്ഷയിച്ചു പോയാലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എന്തുകൊണ്ട്? ഞങ്ങളുടെ അകത്ത മനുഷ്യൻ ദിനംതോറും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. കാരണം നമ്മൾ അന്നത്തെ രാജ്യത്തിനു വേണ്ടി, അല്ലെ നാം ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരാണ്, അല്ലെ പ്രത്യാശയുള്ളവരാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. എങ്കിൽ തന്നെയും നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളില്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് ഈ ലോകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഷ്ടങ്ങൾ നാം പിടിച്ചു നിൽക്കണമെങ്കിൽ നാം ഇപ്പോഴേ ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലാക്കണം. നമുക്കറിയാം, ചിലപ്പം ദൈവവചനം കേൾക്കാൻ നമുക്ക് ചെവി ചിലപ്പം പോയിന്നിരിക്കും, കണ്ണ് ചിലപ്പം പോയിന്നിരിക്കും, നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയെല്ലാം മാറിയെന്നിരിക്കും, നമുക്ക് വായിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നെന്നിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടെങ്കിൽ ആ വചനം നമ്മെ ജീവിപ്പിക്കും. കാരണം അത് ജീവനും ശക്തിയുള്ള വചനമാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോഴും ഓർമ്മശക്തി ഉള്ളപ്പോഴും സമയമുള്ളപ്പോഴും ദൈവവചനം പഠിക്കുക, ധ്യാനിക്കുക, കാണാതെ പഠിക്കുക. ആ വചനം എല്ലാവരെയും നിയന്ത്രിക്കും. ആ വചനമേ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. കണ്ണിന്റെ കാഴ്ച പോകുന്ന ചെക്കിയുടെ കേൾവിയൊക്കെ പോണെന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുള്ളവരുണ്ടായിരുന്നല്ലേ? ഒട്ടും കേൾക്കാൻ വയ്യാത്തവരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ. പക്ഷെ ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. കേൾക്കാനൊക്കില്ലായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ പിടിച്ചു നിർത്തിയത് ആ ഉള്ളിലുള്ള വചനമാ. കണ്ണ് കാണാൻ പറ്റത്തില്ലെങ്കിൽ ആ ഉള്ളിലുള്ള വചനമേ നമ്മളെ നയിക്കത്തുള്ളൂ. അതുകൊണ്ട്
ഏത് സമയത്തും വചനം പഠിക്കുക, ധ്യാനിക്കുക. നമ്മളെല്ലാവരും എല്ലാ ക്ലാസ്സിലും വചനം പഠിച്ചുകൊണ്ട് വരുന്നവരാ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്ര, വചനങ്ങളൊക്കെ നമ്മൾ നടത്തുക. അതല്ലാതെ തന്നെ നിരന്തരം വചനം പഠിക്കുക, പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് നമ്മെ ശക്തീകരിക്കുക. അതുകൊണ്ട് ആ വചനം പറയുന്നത്, വീഴാതെ വണ്ണം സൂക്ഷിച്ച് നമ്മെ മഹിമാസനതയിൽ നിർത്തുവാൻ കഴിവുള്ള ദൈവമുണ്ട്. അതുപോലെ തന്നെ നാം നനയ്ക്കുന്നതിലും ചിന്തിക്കുന്ന അധികം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്ക് കഴിയത്തില്ല. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നതിനെ നാം നനയ്ക്കുന്നതിലും ചിന്തിക്കുന്ന അതിനോ അധികമായി പ്രവർത്തിക്കാനായിട്ട് കഴിയും. ശക്തിയില്ലാന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നാം വിചാരിക്കും, അയ്യോ ദൈവമേ, എത്രത്തോളം ഐശ്വര്യമായ ദൈവം നടത്തിയത്. കാരണം നമ്മിൽ ഒരു ശക്തിയുണ്ട്. വീണു പോയാലും താങ്ങുവാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ അങ്ങനെ ശക്തീകരിക്കാനാണ് ആക്കിയിരിക്കുന്ന. ബലഹീനതയിൽ തുണയായി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ചിട്ടയായ വചനം, പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന്റെ നമ്മളുള്ള ശാക്തീകരണം ദിവസവും നമ്മെ ആ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമയുള്ള മനുഷ്യൻ വളരുവാനായിട്ട് ഇടയായി തീരും. പൗലോസും പറയാം, ഞങ്ങളുടെ പുറത്തെ ശരീരം പോവുമെങ്കിലും ഡൈയിങ് പ്രോസസ്സിലാണെങ്കിലും ഞങ്ങൾ പ്രത്യാശയുള്ളവരാണ്, ഞങ്ങൾ ആത്മാവിൽ ഒരുക്കമുള്ളവരാണ്, ഞങ്ങൾ ആത്മാവിൽ എന്നും ബലപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നവരാണ്. ഓക്കെ, ഇനി നമുക്ക് വായിക്കേണ്ട കാര്യമില്ലത്. ഇനി 17-ാമത്തെ വാക്യം വായിക്കാം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമായി തീർന്നു. ആലോചിച്ച് നോക്കിയേ, പൗലോസിനെ നമ്മൾ ഇത്രത്തോളം വായിച്ചു, എത്രത്തോളം കഷ്ടം ഉണ്ടായിരുന്നല്ലേ. പൗലോസ് പറയാണ്, നൊടി നേരത്തുള്ള ലഘുവായ കഷ്ടം, ലൈറ്റ് അഫ്ലിക്ഷൻ എന്നാ പറയുന്നത് ഇംഗ്ലീഷില്. അതുപോലെ തന്നെ മൊമെന്റർലി അഫ്ലിക്ഷൻ എന്നാ പറയുന്നത്. ലഘുവായ കുറച്ചു നേരത്തേക്കുള്ള, നൊടി നേരത്തേക്കുള്ള കഷ്ടം. പൗലോസിന്റെ കഷ്ടങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയുള്ള കഷ്ടങ്ങളായിരുന്നു. ഭയങ്കര ദുഃഖകരമായ കഷ്ടങ്ങളായിരുന്നല്ലേ. അത് ഒരിക്കലും ലഘുവായിരുന്നില്ല, അത് കഠിനമായിരുന്നു, അത് ക്രൂരമായിരുന്നു. മരണത്തെ പോലും മുഖാമുഖം കണ്ട അനുഭവങ്ങളായിരുന്നു. അടി കൊണ്ടോ, കപ്പൽക്ഷേത്രത്തിൽ അകപ്പെട്ടോ, എല്ലാം എത്ര അടി കൊണ്ടെന്നാ പറഞ്ഞ, 3 പ്രാവശ്യം 1 കുറെ 40 അടി കൊണ്ടെന്നാ പറഞ്ഞല്ലേ. എന്നിട്ടും പറയുകയാണെ, അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ലൈറ്റ് അഫ്ലിക്ഷൻ എന്നാ പറയുന്നത്. അതുപോലെ തന്നെ എത്ര നൊടി നേരം എന്നാ പറഞ്ഞത്, എത്ര വർഷം കൊണ്ടു പൗലോസ്? എനിക്ക് തോന്നുന്നു 60-ൽ അധികം വർഷം ജീവിച്ചിരുന്നു. 30-ലധികം വർഷം കർത്താവിന് വേണ്ടി അടിയേറ്റതാ. ദിവസം ഫസ്റ്റ് ഡേ തുടങ്ങിയതാ അല്ലേ. ഫസ്റ്റ് ഡേയിലല്ല, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാ. ആ 30 വർഷത്തിലധികം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടിനെ താൻ പറയുകയാണ് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് പറയുവാൻ കാരണമായി തീർന്നത്? അതിന്റെ വിശദീകരണം ഇങ്ങനെ ആണ്. താൻ ഏതിനെ തട്ടിച്ചാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഏതിനോട് അതിനെ താരതമ്യപ്പെടുത്തിയാണോ നോക്കുന്നത് എന്ന് വെച്ചാൽ അതിനേക്കാളും ലഘുവാണ് തൻ്റെ ഈ ലോകത്തിലെ കഷ്ടം. താൻ എന്തിനെയാ തട്ടിച്ചു നോക്കുന്നത്? അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തിലെ എൻ്റെ കഷ്ടം ലഘുവാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം ആ തേജസ്സിന്റെ നിത്യഘനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ തൻ്റെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് ലഘുവായതാണ് എന്ന് പറയുന്നു. നമ്മുടെ കഷ്ടങ്ങളെല്ലാം നാം എന്തിനെ താരതമ്യപ്പെടുത്തുന്നോ അതിനോടനുബന്ധിച്ചിരിക്കും അല്ലെ. നമ്മൾ ചിലപ്പോഴും മറ്റുള്ളവരുടെ കഷ്ടങ്ങളെ നോക്കിയിട്ടായിരിക്കും, അല്ലെ മറ്റുള്ള സുഖങ്ങളെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ കഷ്ടങ്ങളെ കുറിച്ച് താരതമ്യപ്പെടുത്തുന്നത് അല്ലെ. അങ്ങനെയല്ല പൗലോസ്. നിത്യജീവന്റെ ആ തേജസ്സിന്റെ ഘനത്തെയാണ്, അതിനോടാണ് തൻ്റെ കഷ്ടങ്ങളെ താരതമ്യപ്പെടുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ഈ കഷ്ടങ്ങൾ വെറും ലഘുവാണ്. അപ്പം തേജസ് എന്ന് പറയുന്നത് നിത്യമാണ്. ഈ ലോകത്തിലെ ലഘുവായ കഷ്ടങ്ങൾ വരും ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയതും വിലയേറിയതുമായ അനുഗ്രഹങ്ങളെ പ്രതിഫലങ്ങളെയും കുറിച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ വെറും നൊടി നേരത്തേക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് ലഘുവായതാണ് എന്ന് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തന്നെ റോമാലേഖനം 8:17 പറയുന്നു,
അവനോടുകൂടെ തേജസ്കരിക്കണമെങ്കിൽ നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ ഒക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ റോമർ 8:17 നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. എന്തിന്റെ കൂട്ടവകാശികളാ? ക്രിസ്തുവിന്റെ കഷ്ടത്തിന് കൂട്ടവകാശി ആയാൽ മാത്രമേ ക്രിസ്തുവിനോടുള്ള ഉയർത്തെഴുന്നേൽപ്പിനും നാം കൂട്ടവകാശികളാകാനായിട്ട് ഒക്കെയുള്ള. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് പറയുന്നുണ്ട്. എന്താ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? എപ്പോഴും നാം പറയുന്ന നമുക്ക് പുനരുത്ഥാനം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നാം അതുകൊണ്ടല്ലേ യോഹന്നാൻ 1-ാം ലേഖനത്തിലെ യോഹന്നാൻ പറഞ്ഞ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണേണ്ടതാകെയുണ്ട്. അവനോട് സദൃശന്മാരാകുമെന്ന് പറയുന്ന ആ ഒരു വലിയൊരു പ്രത്യാശയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ദൈവത്തിന്റെ ആ തേജസ്സിന്റെ നിത്യഘനം ലഭിക്കാനിരിക്കുന്നവരാണ്. ആ തേജസ്സിലേക്ക്, മഹത്വത്തിലേക്ക് പോകാനിരിക്കുന്നവരാണെന്ന്. അതിന്റെ ആ വെയിറ്റ് ഓർത്ത് കഴിയുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു നമുക്ക് വേണ്ടി, വല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ ലോകത്തിൽ നിത്യമായ ഘനമാണ്. അതെന്തുകൊണ്ടാ നിത്യമായ ഘനം എന്ന് പറഞ്ഞത്? നിത്യമാ, ഒരിക്കലും അളക്കാൻ പറ്റാത്തതായോണ്ട് അത് നിത്യമായ ഘനം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഒരു ത്രാസിന്റെ ഒരറ്റത്ത് നമ്മുടെ എല്ലാവരുടെയും, ഈ ലോകത്തിലുള്ളവരുടെ എല്ലാവരുടെയും കഷ്ടങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മറ്റേ അറ്റത്ത് ആ നിത്യ തേജസ്സിന്റെ ഘനമെന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ സൈഡായിരിക്കും ഉയർന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ലോകത്തിലെ എല്ലാവരുടെയും കഷ്ടങ്ങൾ ഒരുമിച്ച് ഒരു സൈഡിൽ കൂട്ടി വെച്ചാലും മറ്റേ സൈഡായിരിക്കും കൂടിയിരിക്കുന്നത്. കാരണം അത് നിത്യമാണത്, അളക്കാൻ പറ്റാത്തതാണ്. ഈ ലോകത്തിലെ എല്ലാവരുടെയും കഷ്ടങ്ങൾ അളക്കാൻ പറ്റുന്നതാണ്, പക്ഷെ അത് അളക്കാൻ പറ്റാത്തതാണ്, നിത്യമാണ്. അതുകൊണ്ടാണ് റോമർ 8:18 പറയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് എണ്ണുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളും അങ്ങനെ എണ്ണുന്നവരായി തീരണം. നമ്മുടെ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ പലപ്പോഴും നമ്മളോ വേണമെങ്കിൽ പറയാം, പക്ഷെ നമ്മൾ ഈ ലോകത്തിലെ തേജസ്സിനെ അനുസരിച്ചിട്ടാണ് കഷ്ടങ്ങളെ എണ്ണുന്നത് അല്ലെ. ഈ ലോകത്തിലെ തേജസ് പ്രാപിക്കേണ്ടവരല്ല നമ്മള്. ആ വരുവാനുള്ള ലോകത്തിലെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ കഷ്ടങ്ങളെ, ഈ ലോകത്തിന്റെ തേജസ്സിനോട് കൂടെ ഒന്നും നമ്മള് കണക്ക് കൂട്ടേണ്ടതായിട്ടില്ല. അതിനെ തുലനം ചെയ്യേണ്ടതിനെ താരതമ്യപ്പെടുത്തേണ്ട നിത്യലോകത്തിലെ ആ വലിയ നിത്യതയുടെ ആ ഘനത്തെ കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് അടുത്ത വാക്യോടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. അപ്പൊ തേജസ്സിന്റെ നിത്യകനം, ഇറ്റേണൽ വെയിറ്റ്, അത് എന്താ നിത്യമായത്? അത് ഒരിക്കലും അളക്കാൻ പറ്റാത്ത കൊണ്ടാണ് നിത്യമായിരിക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഒരു തുലാസിന്റെ അറ്റത്ത് നമ്മുടെ കഷ്ടങ്ങളെല്ലാം കൂട്ടി വെച്ചാലും, എല്ലാവരുടെയും കൂടെ കഷ്ടങ്ങൾ കൂട്ടി വെച്ചാലും മറ്റതിനോട് അളക്കാനായിട്ടൊക്കത്തില്ല, മറ്റത് പൊങ്ങി തന്നെ നിൽക്കുന്നു. അപ്പം പൗലോസ് പറയുകയാണ്, നിത്യ തേജസ്സിന്റെ ഘനം ഓർത്തു കഴിഞ്ഞാൽ എന്റെ ഇത്രത്തോളം വരുന്ന ഈ വർഷങ്ങളോളം ഞാൻ സഹിച്ചതെല്ലാം നൊടി നേരത്തേക്കുള്ളതാണ്, അതുപോലെ തന്നെ ലൈറ്റ് അഫ്ലിക്ഷൻസുമാണ് അല്ലെ. അപ്പൊ ഒരു ചിന്തകൻ പറഞ്ഞ് ഒരു കാര്യം, നമ്മുടെ അഫ്ലിക്ഷനെ ഒന്ന് നോക്കുക, നമ്മുടെ ആ കഷ്ടപ്പാടുകളെയൊക്കെ ഒന്ന് നോക്കുക. അതിനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവിന്റെ ആത്മാവിനാൽ നടത്തുന്നവർക്ക് മനസ്സിലാകുന്ന മറ്റുള്ളവരുടെ കഷ്ടങ്ങളെക്കാൾ ലഘുവാണ് നമ്മുടെ കഷ്ടങ്ങൾ. പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ഈ ലോകത്തിലെ കഷ്ടം മറ്റതിനേക്കാളും, അല്ലെങ്കിൽ നിത്യ തേജസ്സിന്റെ ഘനം ഓർത്തു കഴിയുമ്പോൾ ലഘുവാണെന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കഷ്ടതകളേക്കാൾ ലഘുവാണ് നമ്മുടെ കഷ്ടങ്ങൾ. നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ ലഘുവാണ് നമ്മുടെ കഷ്ടങ്ങൾ. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളേക്കാൾ ലഘുവാണ് നമ്മുടെ കഷ്ടങ്ങൾ. നാം കഷ്ടതയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് കഴിയുമ്പോഴും അതിനേക്കാൾ ലഘുവാണ് നാം അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ. അപ്പം നമ്മളെ കഷ്ടതകളിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വം ഓർത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നൊടിയതാണ്, അതുപോലെ അത് ലഘുവായതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ നമ്മളെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്ക്, ഒന്ന് വായിച്ചു വിടാം വാക്യം,
നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് പോകാം. നമുക്ക് അടുത്ത കുറച്ച് മിനിറ്റുകളെല്ലാം ഉള്ളു. 1 പത്രോസ് 3-4 വാക്യങ്ങൾ. 1 പത്രോസ് 3-4 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നു തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസന പരിശോധന വിലയോരുത് എന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി അങ്ങനെ തന്നെ കാണുവാൻ ഇടവരും. അപ്പം പൗലോസ് തന്നെയല്ല ഇത് പറഞ്ഞത്, പത്രോസ് അപ്പോസ്തലൻ ഇത് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് പത്രോസ് വീണ്ടും പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും നാം സന്തോഷിക്കൊള്ളുവിൻ. അതുകൊണ്ട് നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിപ്പാനായിട്ട് ഇടയായിത്തീരും. 1 പത്രോസ് 4:12-13 ആണ് വാക്യങ്ങള്. അത് ഞാൻ ഇവിടെ നിർത്തിയാണ്. അടുത്ത വാക്യം നമുക്ക് പോകാം. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അപ്പം പൗലോസ് അപ്പോസ്തലൻ എന്തിനെയാണ് തട്ടിച്ചു നോക്കുന്നത്? നിത്യ തേജസ്സിന്റെ ഘനത്തെ ഈ ലോകത്തിലെ കഷ്ടങ്ങളോടുകൂടെ തട്ടിച്ചു നോക്കുമ്പോൾ അത് ചെറുതും അത് നൊടിനേരത്തേക്കുള്ളതുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാണുന്നതിനെ അല്ല കാണാത്തതിനെയൊക്കെ നോക്കിയിട്ട്, ഈ കാണുന്ന ഏതാ? ഈ കഷ്ടങ്ങള്, ഈ നൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങളാണ് കാണുന്നത്. അല്ലാതെ ഈ ലോകത്തിന്റെ നന്മകളല്ല, എനിക്ക് ലഭിക്കുന്ന കാറല്ല, വീടല്ല, ഈ ലോകത്തിലെ ഭൗതിക സമ്പത്തല്ല കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന തന്റെ ഈ യാതനകൾ, തന്റെ ഈ കഷ്ടതകൾ, തന്റെ ഈ ബുദ്ധിമുട്ടുകൾ, സുവിശേഷ വേലയിൽ താനായിരിക്കുന്ന സമയത്ത് തന്റെ ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഈ കാണുന്നവ എന്ന് പറയുന്നത്, കാണുന്നതിനെ അല്ല, ഞങ്ങൾ കാണാത്തതിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്ത്? ഈ കാണുന്ന എല്ലാം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും എല്ലാം താൽക്കാലികം മാത്രമാണ്. കാണാത്ത എന്താ? ക്രിസ്തുവിന്റെ മഹത്വം ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനേക ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ അവരനുഭവിക്കുന്ന അനുഗ്രഹം ഞങ്ങൾ കണ്ടിട്ടില്ല, അത് ഞങ്ങൾ കാണാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ നിത്യ തേജസ്സിന്റെ ഘനം ഞങ്ങൾ കാണാനിരിക്കുന്നതാണ്, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം തനിക്ക് വേണ്ടി അനേകം പ്രതിഫലങ്ങളും കർത്താവ് ഒരുക്കിയിട്ട് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇനി കാണാൻ അനേകമുണ്ട്. നിത്യ തേജസ്സിന്റെ ഘനമുണ്ട്, ക്രിസ്തുവിന്റെ മഹിമ കാണണം, ആ തേജസ് കാണണം. അതുപോലെ തന്നെ തനിക്ക് വേണ്ടി ഒരുക്കിയുള്ള പ്രതിഫലങ്ങൾ, താൻ ക്രിസ്തുവിനോടുകൂടി അനുരൂപമാവുന്ന അവസ്ഥകളെല്ലാം ഉണ്ട്. അതെല്ലാമാണ് കാണാത്തത്. അപ്പം നിത്യ തേജസ്സിന്റെ ഘനമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനെയൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ കാണാത്തതൊക്കെ താൽക്കാലികമാണ്. അതുകൊണ്ട് പറയാ, കാണുന്നതിനെ അല്ല കാണാത്തതിനെയൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. റോമർ 5:2 മുതലുള്ള വാക്യങ്ങളോട് വായിച്ചിട്ട് നമുക്ക് അവിടെ പറയുന്നുണ്ട്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആ പ്രത്യാശ നമ്മൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വായിക്കാം. റോമർ 5:2 മുതൽ വാക്യം. നാം നിൽക്കുന്ന ഈ പ്രഭയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് ഇനി വരുവാനുള്ള തേജസ്സിന്റെ പ്രത്യാശയിലാണെന്ന് പ്രശംസിക്കുന്നത്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നൽകപ്പെട്ട ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും. പൗലോസിന് അതേ ആത്മാവ് തന്നെ പൗലോസിൽ ഉള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, കാണാത്തതിനെ ഞങ്ങൾ കാണുന്നതിനെ അല്ല പ്രത്യാശിക്കുന്നത്, കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതൊക്കെ താൽക്കാലിക, കാണാത്തതോ നിത്യമെന്ന് പറയുന്നത്. അപ്പം ഒരു വിശ്വാസിയുടെ കഷ്ടതയിലെ സഹിഷ്ണുത എന്നത് അവനെ നിത്യ തേജസ്സിലേക്ക് നടത്തുമെന്നുള്ളൊരു വാഗ്ദത്തമാണ് ഉള്ളത്. നമ്മൾ സ്പിരിച്വൽ ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ മാത്രമേ ആ നിത്യ തേജസ്സിന്റെ ഘനത്തെ കുറിച്ച് നമുക്ക് പ്രത്യാശിക്കാനായിട്ടൊക്കത്തുള്ളൂ. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ വന്നാൽ ഞാൻ ഇപ്പം നശിച്ചു എന്നുള്ള പേടിയും ഭയവും ഒക്കെ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വരുവാനുള്ള തേജസ്സിനെ കുറിച്ച് നമുക്ക് പ്രത്യാശിക്കാനായിട്ട് ഒരിക്കലും ഇടയായി തീരത്തില്ല. കാരണം നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാനല്ല നമ്മെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ തന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടണം.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ തന്നിരിക്കുന്നത്. നമുക്ക് നമ്മളെ ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഒക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നമ്മളുടെ ആത്മാവിനെ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ മനുഷ്യനെ, അല്ലെങ്കിൽ അകത്തെ ആത്മാവിനെ, ഇന്നർ മാനിനെ ശക്തീകരിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അതുകൊണ്ട് തന്റെ ഈ കഷ്ടങ്ങളെല്ലാം തനിക്കത് കഷ്ടങ്ങളിലെല്ലാം തളർന്നു പോകാതെ, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും തന്റെ അകമയുള്ള മനുഷ്യൻ നാൾതോറും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? തനിക്കൊരു പ്രത്യാശയുണ്ട്. താൻ കാണുന്നതിനു വേണ്ടി അല്ല പ്രത്യാശിക്കുന്നത്, കാണാത്തതിനു വേണ്ടിയാണ് പ്രത്യാശിക്കുന്നത്. ദൈവം ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച് ഞങ്ങളെ അവരോടുകൂടെ ഉയർപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആ ഒരു പ്രത്യാശയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കാണാത്തതിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിരിക്കുന്ന പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും ആ നിത്യ തേജസ്സിന്റെ ഘനമൊക്കെ ഓർത്ത് നോക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം, ഈ ലോകത്തിലെ എല്ലാം താൽക്കാലികമാണ് എന്ന് പൗലോസാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ആ ഒരു പ്രത്യാശ ഉള്ളവരായിരുന്നു അല്ലെ. അവരെല്ലാവരും ആ പുറമേ നിന്നുകൊണ്ട്, ഈ ലോകത്തിൽ അന്യരും പരദേശികളും എണ്ണിക്കൊണ്ട് ആ കർത്താവ് ദൈവ സൃഷ്ടിയായി നിർമ്മിച്ച ആ ഒരു നഗരത്തിനു വേണ്ടി, കൈപ്പണി അല്ലാത്ത ദൈവ സൃഷ്ടിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. 1-2 വാക്യം വായിച്ചിട്ട് നമുക്ക് പോകാം. എബ്രായ ലേഖനം 1-ന്റെ 11-ന്റെ 1, 10, 13, 16 വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, വിശ്വാസം എന്നത് നമുക്ക് എല്ലാവർക്കും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവർ കാണാത്തത് എന്താ ആശിച്ചത്? ആശിച്ചത് 10-ാമത്തെ വാക്യം, 11-ന്റെ 10. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായി നഗരത്തിനുമായി കാത്തിരുന്നു. 13. ഇവർ എല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആ പൂർവ്വകാല ഭക്തന്മാർ, അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാരെല്ലാം ഒരു നഗരത്തിന് വേണ്ടി, ഈ ലോകത്തിൽ അന്യരും പരദേശം വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചവരാണെങ്കിൽ ഈ ലോകത്തിൽ അന്യരും പരദേശുമെന്ന് അവരെണ്ണിക്കൊണ്ട് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞവർ പോവുകയാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചു അടിസ്ഥാനങ്ങളൊരു നഗരത്തിന്റെ അവർ കാത്തിരുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:7 പറഞ്ഞ കാഴ്ചയാലല്ല വിശ്വാസാൽ അത്ര ഞങ്ങൾ നടക്കുന്നു. പൗലോസും പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരെ കാണാത്തതിനെ ഈ കാണുന്നതിനെയല്ല, കാണാത്തതിന് വേണ്ടി നോക്കിയിരിക്കുന്നു അല്ലെ. കാണുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലത്രയും ജീവിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മെയും ദൈവം കാണാത്തതായി നമ്മൾ നിത്യമായതിലേക്ക് കാത്തിരിക്കാൻ വേണ്ടി ദൈവം നമ്മെയും ഈ വചന പഠനങ്ങളിലൂടെ ഒക്കെ സജ്ജീകരിക്കട്ടെ, ശക്തരാക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ദൈവത്തിന് സ്തോത്രം.